ഇന്ന് ദേ അരങ്ങേറ്റം ചെയ്യുന്ന കുട്ടികളുടെ ചെലങ്ക പൂജയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലായിരുന്നു ചെലങ്ക പൂജിക്കാൻ കൊടുത്തത്. നമുക്ക് ആകെ 24 കുട്ടികളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ 24 കുട്ടികളുടെയും ചെലങ്ക നമ്മൾ പൂജയ്ക്ക് കൊടുത്തു. അതേപോലെ തന്നെ നാട്ടുവങ്കവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ വർഷം എത്തി, 9 വർഷമായതുകൊണ്ട് നാട്ടുവങ്കത്തിന് ചെറിയ വിള്ളലൊക്കെ വീണ് തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം പുതിയ നാട്ടുവങ്കം വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ നാട്ടുവങ്കവും ചെലങ്കയുടെ ഒപ്പം പൂജയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പൂജ വെച്ചത് തന്നെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 5:30ക്കാണ് ഗണപതി ഹോമം നടത്തുന്നത്. അപ്പോൾ തിരുമേനി പറഞ്ഞിരുന്നു ചെലങ്ക പൂജയ്ക്ക് കൊടുക്കണ സമയത്ത് ഗണപതി ഹോമത്തിൻ്റെ സമയത്ത് വരണം കേട്ടോ. അപ്പോൾ ഗണപതി ഹോമം നടത്തി വിഘ്നങ്ങളെല്ലാം അകറ്റി ചെലങ്ക പൂജിച്ച് തരാം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 5:30 വെളുപ്പിന് 5:30ക്കാണ് കേട്ടോ അപ്പോൾ ചെലങ്ക പൂജിക്കാൻ വന്നേക്കുന്നത്. ഓരോ നർത്തകിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഒരു ചെലങ്ക കിട്ടി സ്റ്റേജിൽ കളിക്കുക എന്നുള്ളത്. കാരണം അതിൻ്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ ഓരോ നർത്തകിയുടെയും ഉള്ളിൽ തുടിക്കണ ഒരു താളമുണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചെലങ്ക പൂജിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി. എല്ലാ വർഷവും നമ്മൾ ഏപ്രിലിൽ കുട്ടികളുടെ അരങ്ങേറ്റം നടത്തും ഗുരുവായൂർ വെച്ച്. അപ്പോൾ ഇങ്ങനെ ചെലങ്ക പൂജിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്നിൽ നിന്ന് എത്ര കുട്ടികൾക്ക് വിദ്യ പകർന്നു കൊടുക്കണേന്ന് നമ്മൾ ചെലങ്ക പൂജയിലൂടെ ആട്ടോ മനസ്സിലാക്കുന്നത്. കാരണം ഇത്തരം കുട്ടികൾക്ക് നമുക്ക് വിദ്യ പകർന്നു കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷത്തിലാണ് നമ്മൾ ചെലങ്ക പൂജിച്ചത്. അപ്പം അങ്ങനെ തിരുമേനി നന്നായി ഗണപതി ഹോമമൊക്കെ നടത്തി. അപ്പോൾ നമ്മളോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ചെലങ്ക പൂജിച്ച് തരാമെന്ന്. അങ്ങനെ ചെലങ്കയൊക്കെ പൂജിച്ച് തന്നു. നമ്മളങ്ങനെ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി ഡാൻസ് ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. ഇന്ന് നമ്മുടെ ഡാൻസിലെ കുട്ടികൾക്ക് ചെലങ്ക കൊടുക്കുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ അവർ കണക്കാക്കുന്നത്. നമ്മുടെ ഡാൻസ് ക്ലാസ്സിൽ ഏറ്റവും ഏജ് കൂടിയ ചേച്ചിയാണ്. അപ്പം ഞാൻ ആ ചേച്ചിക്ക് തന്നെ ആദ്യം കൊടുത്തിട്ട് ചെലങ്ക ബാക്കി എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേച്ചിക്ക് കൊടുത്ത് ചേച്ചിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ചേച്ചിക്ക് എങ്ങനെ പോയാലും 55 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ ആ സമയത്താണ് ആ ചേച്ചിയുടെ അരങ്ങേറ്റം നടത്താൻ സാധിച്ചത്, ചെലങ്ക കാണാൻ സാധിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവർക്കും കുറേ സങ്കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർ നോക്കുമ്പോൾ ഈ വയസ്സിൽ അവരുടെ അരങ്ങേറ്റം നടത്താമെന്ന് പറയുമ്പോൾ എന്നിലൊരു വിശ്വാസം കൊണ്ടാണ് അവർ പഠിക്കാൻ തുടങ്ങിയത്. അവരെൻ്റെ അടുത്ത് ക്ലാസ്സിന് വന്നു കഴിയുമ്പോൾ ചോദിക്കാറുണ്ട്, എനിക്ക് പറ്റുമോ. അപ്പം ഞാൻ പറയും ക്ലാസ്സിൽ വന്ന് നോക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അപ്പോഴല്ലേ അറിയണം. അങ്ങനെ ഞാൻ
നമുക്ക് എല്ലാ അമ്മമാരുടെ കുറേ ബാച്ച് ഉണ്ട് കേട്ടോ, എന്ന് പറഞ്ഞാൽ 35 വയസ്സിന് മുകളിലായവരുടെ. അപ്പോൾ ഞാൻ അതേപോലെ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അരങ്ങേറ്റം വരെ എത്തിച്ചു. ഇന്ന് ഇപ്പോൾ ചിലങ്ക കൊടുക്കണ സമയമായി. നമുക്ക് കുട്ടികളും ഉണ്ട്, എന്നാലും നമ്മൾ ഇത്തിരി കൂടിയും പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മുടെ മുതിർന്ന അമ്മമാർക്കാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് അവർ ചിലങ്ക വാങ്ങുന്നതും ഒക്കെ കിട്ടുന്നതും. നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഒത്തൊരുമിച്ച് ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവർ ആ ചിലങ്ക കെട്ടി കളിക്കണ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാനേ പറ്റുന്നില്ല. അതേപോലെ തന്നെ കേട്ടോ അവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ചിലങ്ക കെട്ടി കളിച്ച് കഴിഞ്ഞപ്പോൾ. ഈ വയസ്സിൽ അങ്ങനെ ചിലങ്ക കെട്ടി കളിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.